ഹായ് മച്ചന്മാരെ, നമ്മൾ വീണ്ടും ഒരു ട്രിപ്പിന് വേണ്ടി ഇറങ്ങിയതാണ്. ഇന്ന് നമ്മളുള്ളത് കൊക്കത്താനയ്ക്ക് അടുത്തുള്ള തോണ്ടം ബീച്ചിലാണ്. ഞാൻ അതിരാവിലെ തന്നെ ചൂണ്ടയൊക്കെ എടുത്ത് നേരെ ബീച്ചിലോട്ട് പോവുകയാണ്. സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് തന്നെ മീൻപിടുത്തം തുടങ്ങണം, അതാണ് മെയിൻ ലക്ഷ്യം. ഞങ്ങളിവിടെ തലേദിവസം തന്നെ വന്നതാണ്. രാവിലെ നല്ല ക്ലൈമറ്റാണ്. സൂര്യൻ ഉദിച്ച് വരുന്നതേ ഉള്ളൂ, നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പോൾ അതൊക്കെ സൺ ഇങ്ങനെ മുകളിലോട്ട് റൈസ് ചെയ്യുന്നത്. ഇന്ന് വലിയ ബൈറ്റൊന്നും കാണുന്നില്ല. ഇത്ര നേരം നിന്നിട്ട് ഒരു ബൈറ്റ് പോലും കിട്ടിയില്ല. അതുകൊണ്ട് ഞാൻ പരിപാടിക്ക് ഇതൊക്കെ വൈൻഡപ്പ് ചെയ്യുകയാണ്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങളിപ്പോൾ ഇതൊക്കെ ബീച്ചിൽ കൂടെ നടക്കാൻ വേണ്ടി ഇറങ്ങി. ഇഷ്ടംപോലെ ഫാമിലീസാണ് ഇവിടെ ഉള്ളത്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇഷ്ടംപോലെ ഷെല്ലുണ്ട്, നമുക്ക് പറക്കാം. അങ്ങനെ ഗീതം കുറച്ച് ഷെല്ലൊക്കെ അവിടെ നിന്നൊക്കെ പറക്കിക്കൊണ്ട് വരുന്നുണ്ട്. രാവിലെ വേറെ കുറേ ഫാമിലീസ് ചൂണ്ടയൊക്കെ ഇട്ട് ഇവിടെ ഇരിപ്പുണ്ട്. നമ്മളിതുപോലെ ബീച്ചിൽ കൂടെ നടക്കുന്ന സമയത്ത് നമുക്ക് ഇഷ്ടംപോലെ ജെല്ലി ഫിഷിനെ കാണാം. തലയടിച്ച് കരയെ കൊണ്ടിരുന്നതാണ്. നമ്മൾ ഈ ബീച്ചിൽ കൂടെ നടക്കുന്ന സമയത്ത് നമുക്ക് ഇവിടുന്ന് വൈറ്റ് ഐലൻഡ് കാണാൻ പറ്റും. പിന്നെ നമ്മൾ ഇതുവഴി നടക്കുമ്പോൾ ഇഷ്ടംപോലെ ജെല്ലി ഫിഷ് ഇതുപോലെ വീണ്ടും കാണാൻ പറ്റും. ഇത് വലിയ ഒരെണ്ണമാണ്. ഇങ്ങോട്ട് വാ, തര വരുന്നു, തര വാ, കമാ. ഇപ്പൊ വെള്ളം ചേർന്നിന്റെ കാലേ വെള്ളം. അങ്ങനെ ഉച്ചയ്ക്ക് ആഹാരത്തിന് ശേഷം ഞങ്ങൾ വീണ്ടും ഫിഷിങ്ങിന് വേണ്ടി ഇറങ്ങി. ഒരു 3-3:30 ഹൈ ടൈഡ്. ഇഷ്ടംപോലെ മീൻപിടുത്തക്കാരെ ഇവിടെ നിന്ന്. ഇന്ന് പബ്ലിക് ഹോളിഡേ ആയതുകൊണ്ട്, ലോങ് വീക്കെൻഡ് ആയതുകൊണ്ട് ഇഷ്ടംപോലെ ആൾക്കാരാണ് മീൻ പിടിക്കാൻ. അവനെവിടെ എന്തോ പരിപാടി. ഇതിനെ വല്ലതും കിട്ടിയടാ? വൈറ്റ് ബൈറ്റിനെ കിട്ടിയിട്ടുണ്ട്. എൻ്റെ കുഞ്ഞു മീനാണ് വൈറ്റ് ബൈറ്റ്. ഒരു വൈറ്റ് ബൈറ്റിൻ്റെ സീസണാണ്. വൈറ്റ് ബൈറ്റിനെ പിടിക്കാനുള്ള നെറ്റ് ഇങ്ങനെയാണ് വൈറ്റ് ബൈറ്റിനെ പിടിക്കുന്നത് നമ്മളിവിടെ. ഇത് ഈ ഒരു സീസണിലേ ഉള്ളൂ. വൈറ്റ് ബൈറ്റ് ഇടാ, വൈറ്റ് ബൈറ്റ്. എന്തോ ചെയ്യാൻ അവർ തന്നാ? ഈ കാണുന്ന നെറ്റും വൈറ്റ് ബൈറ്റിനെ പിടിക്കാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. ഇവരിവിടുത്തെ ലോക്കൽ ആൾക്കാരാണ്. ഇവർ സ്ഥിരം ഇവിടെ വന്ന് ഇങ്ങനെ പിടിക്കുന്നത്. ഇതൊരു സീസണിൽ മാത്രമേ കിട്ടത്തുള്ളൂ. ഇത് അവിടെ വേറൊരെണ്ണം കൂടെ ഉണ്ട് വൈറ്റ് ബൈറ്റിനെ പിടിക്കാൻ വേണ്ടി. ഇപ്പോൾ നല്ല ഫുൾ ഹൈ ടൈഡായി. 3 മണിക്കാണ് ഹൈ ടൈഡ്. വെള്ളം ഇവിടെ വരെ കയറുന്നുണ്ട്. കണ്ടാ, നമ്മൾ നേരത്തെ ഇതിൻ്റെ താഴെ നിന്നാണ് ഫിഷിങ് ചെയ്തത്. വെള്ളം ഇവിടെ വരെ കയറി. നമുക്കിങ്ങനെ ബീച്ചിൻ്റെ സൈഡിൽ ഇരിക്കാൻ നല്ലൊരു പ്രത്യേക വൈബാണ്. അതിനിടയ്ക്ക് കുതിര സഫാരിക്കാരും വരുന്നുണ്ട്. അങ്ങനെ കുറേ ആൾക്കാരെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അതിനുശേഷം ഞങ്ങൾ സബീക്ക് ചൂണ്ട ഉപയോഗിച്ച് കുറേ മള്ളറ്റിനെയൊക്കെ ആവശ്യത്തിന് പിടിച്ചു. മള്ളത്തിനൊക്കെ ഇഷ്ടംപോലെ കിട്ടുന്നുണ്ട്. ഒന്നും കിട്ടിയില്ല എന്ന് പറയണ്ട. പക്കത്താനയില് അടിപൊളി. നമ്മുടെ സൈഡിൽ ആൾക്കാർ വളരെ കുറവാണ്. കുറച്ച് ആൾക്കാരെ നമ്മുടെ ഈ സൈഡിൽ നിന്ന് മീനെ പിടിക്കുന്നുള്ളൂ. പക്ഷേ അപ്പുറത്തെ കരയിൽ ഇഷ്ടംപോലെ ആൾക്കാരാണ് വന്നത്. എനിക്ക് തോന്നുന്നു അതായിരിക്കണം ഹോട്ട്സ്പോട്ട്. നമ്മളിവിടെ ഫസ്റ്റ് ടൈം വരുന്നതുകൊണ്ട് നമുക്ക് അത്രയും ഐഡിയ ഇല്ല. ഹൈ ടൈഡ് ആകുമ്പോഴാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ആൾക്കാർ വരുന്നത്. ആ സമയത്താണ് എനിക്ക് തോന്നുന്നു ഹവായിയെ അവർ ബേസ് ചെയ്തിട്ട് മെറ്റൽ ടൈപ്പ് ലൂറുണ്ട് വൈറ്റ്, അതാണ് കൂടുതലും യൂസ് ചെയ്തത്. അതാണ് റിസൾട്ട് കാണിക്കുന്നത്. ഡെഡ് വെയിറ്റ് ഒന്നും അത്ര റിസൾട്ട് ഇവിടെ കാണിക്കുന്നില്ല. ഇവിടുന്ന് ഹോളിഡേ പാർക്കിലോട്ട് വാക്കബിൾ ഡിസ്റ്റൻസേ ഉള്ളൂ. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.